ഹായ് ഗൈസ്, ഇന്ന് വിഷു ആണ്. സോ ഹാപ്പി വിഷു. ഞങ്ങൾ ഇവിടെ UK-യിലാണ് പ്രാവശ്യം വിഷു സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഇപ്പം കസിൻസ് താഴെ വിഷുക്കണിയൊക്കെ ഒരുക്കിയിട്ടുണ്ട്. അവർ വിളക്കൊക്കെ കത്തിച്ചിട്ട് ഞങ്ങളെ വിളിക്കാൻ വരുന്നുണ്ടെന്ന് തോന്നുന്നു. ബൈ ബൈ ബൈ. ഞാൻ ഫുള്ള് കണ്ണ് തുറന്നിട്ടില്ല. വീഴാനുള്ള സ്കോപ്പുണ്ടേ പറയണം. പാട്ടൊക്കെ വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, കഴിഞ്ഞോ പടി? ആയോ? തുറക്കട്ടെ? ഞാൻ പിടിക്കാം. നീ കണ്ണടച്ചു. അല്ല, തൊഴുതു. നേരെ. എല്ലാം കാണണേ. പാടാ, കൈനീട്ടം കൊടുക്കാം. എന്തി ഇവിടെ ഇല്ലേ? എൻ്റെ കൂടെ വക അങ്ങ് കൊടുത്തു. അപ്പോൾ അങ്ങനെയാണ് കേട്ടോ. ഫസ്റ്റ് കഴിഞ്ഞു. എന്താ മൂത്ത പുത്രിക്ക്. ഓക്കെ, പക്ഷെ ഇത് വലുതായിട്ട് കിട്ടും തോന്നുന്നില്ല. ഇവിടെ സ്വർണ്ണം ഉണ്ടായിരുന്നു. സ്വർണം കണ്ട എൻ്റെ ഒരു കുഞ്ഞി കമ്മല. ഇത് മുക്ക വേണമെങ്കിൽ അത് ആയിക്കോട്ടെ. പച്ചക്കറികള്, ഫ്രൂട്ട്സ്, പറഞ്ഞോണ്ടില്ലാത്ത അണ്ടിപ്പരിപ്പ്, അരി, അവല്, പയറ്, കുരുമുളക്, കടല പറഞ്ഞില്ല, കടല, ശർക്കര, കുരുമുളക്, അത് പൈസ, ഉപ്പ്, ആഭരണങ്ങള്, കണിക്കുന്ന കണിക്കുന്ന, പിന്നെ നമ്മുടെ കുഞ്ഞിഷ. അതെ. Hi guys. ഇന്ന് ഞങ്ങൾ റോഡ് ട്രിപ്പ് is gonna start. എങ്ങോട്ട്? സ്കോട്ട്ലൻഡ്. ഒരു ഐസ്ഡ് കാരമൽ മക്കിയാറ്റോയും ഒരു ഹോട്ട് ചോക്ലേറ്റും. ഓക്കെ, എന്നെ കിട്ടുമോ? എന്നെ ഭയങ്കരമായിട്ട് ഇരിക്കും. എങ്ങനെയുണ്ട് എൻ്റെ മോണ്ട? ഹായ് ഗൈസ്, ഗുഡ് മോർണിംഗ്. ഇന്ന് എൻ്റെ UK വ്ളോഗിൻ്റെ പാർട്ട് 3 ആണോ 4 ആണോ എനിക്ക് ഉറപ്പില്ല. എന്താ കേൾക്കുമായിരിക്കും. പക്ഷെ ഇന്നത്തെ വ്ളോഗിൽ ഇന്നലെ കണ്ടതിനകത്ത് ഞങ്ങൾ 3 പേരായിരുന്നു. ഇന്ന് ഒരാളും കൂടി ഉണ്ട്. ഇന്നത്തെ പ്ലാൻ നമ്മൾ ഇന്ന് മുമ്പേ ഞാൻ പറഞ്ഞത് കട്ട് ചെയ്തില്ലായിരുന്നോ? സ്ട്രൈറ്റ് അവേ ടു എഡിൻബ്ര. അതെ, സ്ട്രൈറ്റ് അവേ ടു എഡിൻബ്ര. നമ്മൾ ഇന്ന് ഇംഗ്ലണ്ട് ടു സ്കോട്ട്ലൻഡ് റോഡ് ട്രിപ്പ് പോവാണ്. ഞങ്ങൾ 4 പേരും കൂടെ കേട്ടോ പോകുന്നത്. അപ്പം ഞങ്ങൾ ഇടയ്ക്കൊരു സ്റ്റോപ്പിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കയറിയായിരുന്നു. അണയ്ക്കുന്നു. ഇപ്പം ഈ ഒരു ക്ലൈമറ്റ് ആണെങ്കിൽ ഓക്കെ ആയിരിക്കും അല്ലേ?
ഇത്ര നേരം ക്ലൗഡി ആയിരുന്നു, ചെറിയ മഴയൊക്കെ ആയിരുന്നു. ഇപ്പം ഇച്ചിരി സണ്ണിയായി. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. കേൾക്കുന്നുണ്ടെങ്കിൽ ഓക്കെ, കേൾക്കുന്നില്ലെങ്കിൽ ഞാൻ മ്യൂസിക് ഇട്ട് അഡ്ജസ്റ്റ് ചെയ്തോളാം. കേൾക്കുമായിരിക്കും. അതെ, ഡ്രൈവർക്ക് എന്തെങ്കിലും കൊട്ട് ചക്ക ചിപ്സ് കൊടുക്കും. കൈ തരണോ? ഇങ്ങനെ എടുത്തോ. നാടൻ റോഡ് ട്രിപ്പ് ആണോ? എണ്ണയുടെ ഇതുണ്ടോ? ഡേറ്റ് 2027 വരെ ഉണ്ട്, ഏപ്രില്. Miles an hour in the AM, pushing on the pedal with no end. Highway lights are flashing in my eyes, in my eyes. I see you. ഫൈനലി ഞങ്ങൾ എഡിൻറോ എത്തിയിരിക്കുകയാണ്. എഡിൻറോ ഇപ്പം എത്ര മണിയായി? 3 മണി. നമ്മൾ എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്ത്? 7 ഇറങ്ങിയായിരുന്നോ? നമ്മൾ കുറച്ച് ലേറ്റായി. പക്ഷെ ഇടയിൽ നമ്മൾ ഫുഡ് കഴിക്കാനും വണ്ടി ചാർജ് ചെയ്യാനും അങ്ങനെ കുറേ 2 വട്ടം കയറിയതൊക്കെ. ഇപ്പോൾ കുറേ കാണുന്നതാണ് ചർച്ച്. ചർച്ചിൻ്റെ പേരെന്താ? അയ്യോ, എനിക്കൊന്നും അറിയത്തില്ല ഇപ്രാവശ്യം വ്ലോഗിൽ പറയാൻ. സെന്റ് സ്റ്റീഫൻസ് ചർച്ച് ആണോ? സെന്റ് മേരീസ്. ഇതൊരു വ്ളോഗറാണ് ഗൈസ്. ഇതിവിടെ UK വ്ളോഗറാണ്. ഇവരെ പറഞ്ഞു തന്നത് ഇത് സെന്റ് സ്റ്റീഫൻസ് ആണെന്ന്. അല്ല, ഇത് സെന്റ് മേരീസ് ചർച്ച് ആണ്. ഇത് എഡിൻബറയിലെ മെയിൻ ചർച്ച് ആണ് കേട്ടോ. സാധാരണ എങ്ങനെയൊക്കെയാണല്ലോ. ചാനലിന്റെ പേര് ആര്യ വിശാഖ്. അതെ, സെർച്ച് ചെയ്ത് നോക്കട്ടെ. പക്ഷെ കൊള്ളാമല്ല, ഇപ്പൊ നല്ല ക്ലൈമറ്റ് അല്ലേ? വേണം. പക്ഷെ ഇരുട്ടുണ്ട് ഈ സൈഡിൽ നിന്ന്. കുറച്ച് ക്ലൗഡി ആയതുകൊണ്ട് തന്നെ വീഡിയോസിനൊന്നും ഒരു ഗും വരുന്നില്ല. പക്ഷെ നേരിട്ട് കാണാൻ ഭയങ്കര ഇങ്ങനെ കാണുമ്പോൾ കുഴപ്പമില്ല. പക്ഷെ ബാക്ക് ക്യാമറ എടുക്കുമ്പോൾ ഇങ്ങനെ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ? ഞങ്ങളിപ്പോൾ ഡീൻ വില്ലേജിലേക്ക് നടന്നുകൊണ്ടിരിക്കുക. എവിടെ വന്നിട്ട് എടുക്കാം. ക്വീൻസ്ബറി റോഡ്, ഡീൻ ബ്രിഡ്ജ്. പക്ഷെ നമുക്ക് ശരിക്കും പോകേണ്ടത് ആ വഴിയല്ലേ? ഹേയ് ആര്യ വിശാഖ്, അവിടെ ഞാൻ സ്ലോമോ ഇടാം. ഒന്നുകൂടെ നോക്കിക്കോ, ഞാൻ വിളിക്കാം ഒന്നുകൂടെ. ഹേയ് ആര്യ വിശാഖ്. No, I got no reason to go back home, to go back home. Nobody's there for me. Nobody's there for me. You were my remedy. Now I really wonder where I am. New kind of view around each bend. What do I really need in my life, in my life? I see your face in the rearview mirror, and for a second it's making me shiver. I blink twice, keep my eyes on the road. Where it will take me, nobody knows. 'Cause I got no reason to go back home. ഓരോ കഷ്ടപ്പാടുകള്. ഇപ്പുറത്തോടെ അടിക്കോ? അപ്പുറത്തോട്ട് അതിലും വലിയ കുഴിയല്ലേ? എന്നാ വിശാഖനെ എടുത്തിറക്ക്. ഞാൻ ഇറക്കട്ടെ? ഞാൻ വന്നിറക്കട്ടെ? ഗൈസ് കാണുന്നുണ്ടോ നിങ്ങളിത്? ഇല്ല, എത്തി. എന്താ പൊടി തട്ടുന്നു? I got no reason
How do you like Edinburgh so far? എഡിൻബ്രോ ക്ലൈമറ്റ് കുറച്ച് ഡള്ളാണ്. മൊത്തത്തിലൊരു ഇരുണ്ടൊരു ഇത്. ഇവര് പറഞ്ഞ മിക്കപ്പോഴും ഇങ്ങനെയാണെന്ന് ഇത്. പക്ഷെ രസമുണ്ട് അല്ലേ? സൈലന്റ് ആണ്. ഭയങ്കര സൈലന്റ്. അങ്ങനത്തെ സ്ഥലം ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടപ്പെടും. അത്ര ഹാപ്പനിങ് ആയിട്ട് ഫീൽ ചെയ്യുന്നില്ല അല്ലേ? ചിലപ്പോൾ വീക്ക് ഡേ ആയതുകൊണ്ടായിരിക്കും. പക്ഷെ കൊള്ളാം. എൻ്റെ ഓപ്പോസിറ്റ് ഇതുണ്ടോ? ആ ബാക്കിലെ കുന്നിൻ്റെ മുകളിലാണ് പാലസ്. അതിൻ്റെ ബെറ്റർ വ്യൂ കാണിച്ചു തരാം. കണ്ടോ 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 ആ കുന്നിൻ്റെ മുകളിൽ. അത് ഇപ്പുറത്തുകൂടെ വന്നാൽ കുറച്ചുകൂടെ ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം. കണ്ടോ? ഇതല്ലേ ഗ്യാസില്? നമ്മളിപ്പം നമ്മുടെ ക്യാസിൽ എഡിൻബറയിൽ നമ്മുടെ ക്യാസിലൊക്കെ കണ്ടിട്ട് അത് കഴിഞ്ഞിട്ട് ഡ്രസ്സ് ട്യൂണിങ്. സോറി ഞാൻ ചെറുതായിട്ടൊന്ന് ടോപ്പിക്കിൽ നിന്ന് മാറിപ്പോയി. ഓക്കെ പറഞ്ഞു. എന്താ ഒന്നിച്ച് പറഞ്ഞിട്ടാന്നൊന്നും ആരും അറിയില്ലല്ലോ. ഞങ്ങൾ പറഞ്ഞിട്ടല്ല ആക്ച്വലി, നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു. എന്നെ ഡ്രസ്സ് കൊണ്ട് കാണിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാനും ഇതുപോലത്തെ ഇടുന്നു. അങ്ങനെ തന്നെ സത്യസന്ധമായ കാര്യം അല്ല. നമ്മൾ ടോപ്പിക്ക് സോറി നമ്മൾ എഡിൻബറ ക്യാസിലൊക്കെ കണ്ടിട്ട് ഇപ്പോൾ നമ്മൾ വിക്ടോറിയ സ്ട്രീറ്റിലേക്ക് പോവാണ്. അവിടെയാണ് നമ്മുടെ ഹാരി പോട്ടർ സ്ട്രീറ്റ് എന്നൊക്കെയാണ് അതിന് പറയുന്നത്. അവിടുന്ന് ഞങ്ങൾക്ക് മറ്റേ എന്ത് ബിയറാ? ബട്ടർ ബിയർ. അത് ആൽക്കഹോളിക് അല്ല, പക്ഷെ എന്തോ ബട്ടർ ബിയർ എന്താ നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത്. അടിപൊളി. അവിടെ നോക്ക് കാണുമോ? അത് സൂം ചെയ്യണം. ബാക്ക് ക്യാമറ കാണിക്കാം. ഇതാണ് ഞങ്ങളിപ്പോൾ ഓവർ എക്സൈറ്റ്മെന്റ് ആയിട്ട് കാണിച്ച സാധനം. പക്ഷെ ഇത് നേരിട്ട് കാണാൻ അടിപൊളിയാ. കണ്ണിൽ കൂടെ കാണുന്നത് വളരെ. ഞാൻ നേരത്തെ ഓൾറെഡി പറഞ്ഞു എഡിൻബറയിൽ ഇങ്ങനൊരു പ്രശ്നം, ലൈറ്റിങ് കുറച്ച് ഇങ്ങനെയാണ്. ഹോൾ സ്കോട്ട്ലൻഡിൽ ഇങ്ങനൊക്കെ ന്യൂസ് റീഡറിനെ നമ്മുടെ ഹോൾ സ്കോട്ട്ലൻഡ് ഒരു ഗ്രേ ആണ്. ലൈക്ക് ബിൽഡിങ്സ് ആണെങ്കിലും വൈറ്റ് ആൻഡ് ഗ്രേ കോമ്പിനേഷൻ ആണ്. പിന്നെ ഫുൾ ഒരു ഗ്രേ ആണ്. അതെ, കുറച്ചൊരു ഡള്ളാണ് പൊതുവെ പറഞ്ഞു വരുമ്പോൾ. പിന്നെ നമ്മൾ വരുന്നോണ്ട് അതൊരു ബ്യൂട്ടി ആവുന്നു. പക്ഷെ നേരിട്ട് കാണാൻ അങ്ങനെയല്ല. നേരിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട്. നമ്മൾ ഇത്രയും നേരം ക്ലൗഡി ആണെങ്കിലും നല്ല അടിപൊളി ഫോട്ടോസ് ഒക്കെ എടുത്തു. അതെ അല്ലേ? അപ്പം നല്ല അടിപൊളി ഫോട്ടോസ് ഒക്കെ എടുത്തു. അതൊക്കെ ഞങ്ങൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഇവിടെ നല്ല ലൈറ്റ് ഉണ്ട്. നമ്മുടെ കൂടെ തീരെ കോർപ്പറേഷൻ ഇല്ലാത്ത 2 ബ്രദേഴ്സ് അവിടെ അങ്ങ് എത്തിയിട്ടുണ്ട്. അവര് പാവങ്ങളാണ്, പക്ഷെ ക്ഷീണിച്ചു. വയ്യണ്ട, ഞങ്ങളെ 2-3 വട്ടം എടുത്തു പോകും. പിന്നെ അത് മാത്രമല്ല, നെഞ്ചുവേനൊക്കെ ഞങ്ങൾ ഇന്ന് രാവിലെ അവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇവിടെ എത്തിയപ്പോൾ 3 മണി. അത്ര നേരം ഡ്രൈവ് ചെയ്ത ഒരാളുണ്ട്, പിന്നെ വെറുതെ ഇരുന്ന് ക്ഷീണിച്ച ഒരാളുണ്ട്. ഉച്ചയ്ക്ക് നമ്മൾ ഫ്രൈസ് പ്രോപ്പർ ഫുഡ് കഴിച്ചിട്ടില്ല, ഒരു മീലായിട്ട് നമ്മൾ ഇതുവരെ കഴിച്ചിട്ടില്ല. പക്ഷെ ഞങ്ങൾ ഇന്ന് രാത്രി കഴിക്കും അല്ലേ? കഴിക്കല്ലേ? ഇന്നലത്തെ അത് കളയത് കേടായി കാണും. ഇതൊന്നും ഇതിൽ പറയേണ്ട ആവശ്യമില്ല. ഞങ്ങൾ നേരത്തെ കാണിച്ച ആ സ്ഥലത്തേക്കാണ് ഞങ്ങളിപ്പോൾ നടന്ന് കയറിക്കൊണ്ടിരിക്കുന്നത്. ഏത് പെണ്ണിന്റെ ബാഗ്? ഏതോ പെണ്ണിനെ വായി നോക്കുന്നുണ്ട്. എവിടെ പോയി ആ പെണ്ണിന്. ഞങ്ങൾ ആ ചേച്ചിക്ക് ഞങ്ങളുടെ തന്നെ ഈ ടീഷർട്ട് തന്നെ ആയിരുന്നു. വെറൈറ്റി. സോ നമ്മൾ വിക്ടോറിയ സ്ട്രീറ്റിലേക്ക് എൻട്രി ചെയ്യുവാണ്.
പാട് ഇതെടുക്കാനാ. കൊള്ളാം അല്ലേ? തടിയല്ലേ പക്ഷെ അത്? ഇത് താഴെ ജാക്കറ്റ് പൊട്ടറ്റോ അല്ലേ? ഇത് ഇവിടുത്തെ സ്പെഷ്യൽ അല്ലേ? പിന്നെ ഇതിനകത്ത് എന്തോ ബീനൊക്കെ ഉണ്ട്. ഞാനൊരു റാമൻ, ഇവിടെ ഒരു മാർഗരേറ്റ അല്ല, മെഡിറ്ററേനിയൻ പിസ്സ. ഇവർ ഷെയർ ചെയ്യുവാണ്. നഗറ്റ്സ്, കോൺ നഗറ്റ്സ്. എല്ലാവരും രൂപ കാണിച്ചിട്ട് പല്ല് കളിക്കുക. തൊപ്പി ഇട്ട് എടുക്കാനാ വന്നേ. ഇവിടെ മാത്രം തൊപ്പിയില്ല. എന്നെ ചതിച്ചതാ നീ. ബീനി വേണോ? ഇത് കഴുത്ത് മറയ്ക്കണം.